ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണ് ഈ പാക്കിംഗ് എന്നല്ലേ? മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ശരിക്കും പറഞ്ഞാൽ കസിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല മഴയാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പക്ഷെ മഴയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. ബ്ലോക്ക് ഒഴിവാക്കാന്ന് വെച്ചിട്ട് മറയൂർ വഴിയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ കൂടിയൊക്കെ പോകാൻ പറ്റി. ഞങ്ങളോടൊപ്പം ഒരു കസിനും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാട്ടിൽ കൂടിയുള്ള യാത്ര കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. വന്യമൃഗങ്ങളുടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നിനെ പോലും കാണാൻ പറ്റിയില്ല. എന്നാലും കേശു കുറേ നാളായി പറയുന്നുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒരു യാത്ര പോകണമെന്ന്. അത് ഇങ്ങനെ സാധിച്ചു. പിന്നെ മൂന്നാറിന്റെ മെയിൻ അട്രാക്ഷൻ തേയിലത്തോട്ടങ്ങളിൽ കൂടിയുള്ള സവാരി തന്നെയാണ്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. അവിടെയായിരുന്നു ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടൽ. അവിടെ ഒരു റൂം എടുത്തിട്ട് ഫ്രഷായി. അപ്പോഴേക്ക് ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടി എന്താ? ഫുഡടി. അത് വിട്ടിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ അടുത്ത പരിപാടി ഫുഡടിയാണ്. നല്ല അടിപൊളി വെള്ളയപ്പവും പാൽക്കപ്പയും ചിക്കനും വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ആയിരുന്നു വിഭവങ്ങൾ. ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ കസിൻ്റെ വീട്ടിലെത്തി. അത് ശരിക്കും ദേവികുളമാണ് കേട്ടോ. സ്റ്റേ ഒക്കെ അവിടെയായിരുന്നു. മൂന്നാറിലെ പടയപ്പയെ പറ്റി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലേ? പടയപ്പയൊക്കെ സ്ഥിരമായി വന്നിരുന്ന വഴിയായിരുന്നു ഇത്ര ഇത്. അവിടുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങി. നേരെ വന്നത് ഒരു ടീ ഫാക്ടറിയിലേക്കായിരുന്നു. അവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 250 രൂപയായിരുന്നു എൻട്രി ഫീ. ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്റ്റെപ്സും പല ടൈപ്പിലുള്ള ചായപ്പൊടികളും പല ക്വാളിറ്റിയുള്ളതും ഒക്കെ പരിചയപ്പെട്ടു. പിന്നെ അവിടുത്തെ ഗൈഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തന്നു.
അവിടെ നിന്ന് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ചായപ്പൊടിയൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ചു. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ മൂന്നാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമ്മൾ അധികം ഫോട്ടോസിലും കാണുന്ന ഒരു സീനറി ആയിരിക്കും ഇത്. ആ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഒരു അടിപൊളി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.